ശംഖ് തകർന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. How long would you survive crucifixion? First, your hands and feet are nailed to the wood. The nails go through your wrists to support your weight. 10 minutes. Your body hangs downward. Breathing becomes difficult. To breathe in, you must push yourself up using your legs. To breathe out, you collapse back down. 1 hour. Your shoulders begin to dislocate from your body weight. Your arms stretch longer like Reed Richards. 6 hours. Carbon dioxide builds up in your blood. Your brain starts to panic from oxygen imbalance. 12 hours. Your muscles begin to lose nerve control. Severe muscle spasms and tremors begin. Your body can no longer coordinate proper breathing. 18 hours. Your diaphragm begins to fail. Your lungs can no longer fully expand. You start drifting in and out of consciousness. 24 hours. Your heart can't take no long. Cardiac arrest begins. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ക്രൂശീകരണം പോലെ അല്ല. അതിൽ ആ സയൻറ്റിഫിക്കായ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ആ ആണികൾ കൈത്തണ്ടയിൽ തറയ്ക്കുന്നതും ശ്വാസം കിട്ടാതെ ഓരോ നിമിഷം പിടയുന്നതും സത്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഫിസിക്കൽ പെയിൻ തന്നെയാണത്. പക്ഷേ ഇതിൻ്റെ ആത്മീയമായ വശം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? യേശുക്രിസ്തു ആ ക്രൂശിൽ കിടന്ന ആ ഒരു 6 മണിക്കൂർ അത് വെറും വേദനയായിരുന്നില്ല, അത് വലിയൊരു നമുക്ക് വേണ്ടിയുള്ള സാക്രിഫൈസ് ആയിരുന്നു. ഓരോ തവണയും ശ്വാസമെടുക്കാൻ വേണ്ടി ആ വലിയ ആണിയിൽ കുത്തിക്കൊണ്ട് ശരീരം ഉയർത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴും ആ മുൾക്കിരീടത്തിലെ ഓരോ മുള്ളുകളും തലയിൽ ആഴ്ന്നിറങ്ങുമ്പോഴും ക്രിസ്തു ചിന്തിച്ചത് ആ വേദനയെക്കുറിച്ചോ ആ പീഡനത്തെക്കുറിച്ചോ ആയിരുന്നില്ല, പകരം നമ്മളെക്കുറിച്ചായിരുന്നു. നമ്മളൊക്കെ ചെറിയൊരു വേദന വന്നാൽ പോലും ദൈവത്തെ കുറ്റം പറയുന്നവരാണല്ലേ. എന്നാൽ ഏറ്റവും വലിയ വേദനയിൽ കിടക്കുമ്പോഴും ക്രിസ്തു പറഞ്ഞത് ഫാദർ ഫൊർഗീവ് ദം, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്നാണ്. ആലോചിച്ച് തന്നെ ക്രൂശിച്ചവരോട് പോലും ക്ഷമിക്കുവാൻ മാത്രം വലിയൊരു മനസ്സുണ്ടായിരുന്നു ആ മനുഷ്യൻ. ശരിയല്ലേ? ഈ റീൽ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച ക്രിസ്തുവിൻ്റെ വേദനയെക്കുറിച്ചല്ല, മറിച്ച് നമ്മോടുള്ള അകമഴിഞ്ഞ സ്വാർത്ഥതയില്ലാത്ത ആ ഒരു മഹത്തായ സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക്, നമ്മുടെ വീഴ്ചകൾക്ക് അന്ന് ആ ക്രൂശിൽ ക്രിസ്തു നൽകിയ ആ വില എന്താണെന്ന് ഇനി എത്ര ജന്മം എടുത്താലും നമുക്ക് ആർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. കാരണം അതിൻ്റെ ആഴം അത്രത്തോളം ഉണ്ട്. കാരണം ആ വേദനയിൽ കിടക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ മാത്രമാണ്. ഈ വീഡിയോ കണ്ട ശേഷം ഞാൻ ഒരു നിമിഷം ഫ്രീസായിപ്പോയി. കാരണം ഇത്രത്തോളം ഞാൻ എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചില്ല എന്നുള്ള ഒരു മനഭാരം. ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും അത് നിങ്ങളുടെ മനസ്സിലൊന്ന് തൊടും, ഉറപ്പാണ്. ഇത് കണ്ടതിന് ശേഷം ഒരു നന്ദി ക്രിസ്തുവിന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു നന്ദി.